വൈറ്റിലയിലൂടെ യാത്ര ചെയ്യുന്നവർ ഇടയ്ക്കൊന്ന് മുകളിലേക്ക് നോക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ മരണം ഉറപ്പാണ്. വൈറ്റിലയിൽ നിന്നും ഹബ്ബിലേക്കുള്ള യാത്രയാണെങ്കിൽ ഉറപ്പായും നോക്കണം. 10 ടണ്ണിലേറെ ഭാരവും 100 അടിയോളം ഉയരവുമുള്ള പൈലിംഗ് റിഗ് എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാം. കൊച്ചി മെട്രോ നിർമ്മാണത്തിന് വന്ന കോൺട്രാക്ട് കമ്പനിയായ ഇറ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റിഗ്. കോടികൾ വിലമതിക്കുന്ന റിഗ് വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുത്തു തുടങ്ങിയിട്ട് വർഷം 10-ലേറെയായി. കൊച്ചിയിലെ ഏറെ തിരക്കുള്ള വൈറ്റിലയിൽ ഹബ്ബിലേക്കുള്ള റോഡരികിലാണ് ഇത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിദിനം സഞ്ചരിക്കുന്ന റോഡാണ് ഒരു വശത്ത്, മറുവശത്താകട്ടെ ഫ്ളാറ്റുകളും. ഇത് വീണാൽ മെട്രോ തൂണുകൾക്കും കേടുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തത്തിന് കാത്തുന്ന പോലെയാണ് ഈ റിഗിന്റെ നിൽപ്പ്. റിഗ് മാറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അധികൃതർ ഇനിയും ഇടപെട്ടില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും, 2 കമ്പനികൾ തമ്മിലുള്ള തർക്കത്തിന്റെ കാരണത്താൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആശങ്കയിലാക്കുന്നത് ന്യായമല്ലെന്നും, സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രത കാട്ടി ഇതിന് പരിഹാരം കാണണമെന്നും, അല്ലാത്തപക്ഷം പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആം ആദ്മി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ജോർജ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഈ ഒരു പില്ലർ ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ മെട്രോ സ്റ്റേഷൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൈലിങ്ങിൻ്റെ ഒരു മോട്ടറാണ് ഈ കൊണ്ടുവച്ചേക്കുന്നത്. അത് കൊണ്ടുവച്ചിട്ട് വർഷങ്ങളായി. മെട്രോയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഈ റോഡിൻ്റെ പണി നോക്കൂ. ഈ റോഡിൻ്റെ പണി ആ അത്യാവശ്യം ഒരു ബസ് പോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാത്രം ടാറിങ് ഒതുക്കിക്കൊണ്ട് ബാക്കി സ്ഥലം ഇവരുടെ കൺവീനിയൻസിന് വേണ്ടി, ഇവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി അതവിടെ അത്രയും സ്ഥലം ഒഴിച്ചിട്ടേക്കാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഭരണവർഗം ഇവിടെ ഉണ്ടെങ്കിൽ ഇത്തരം ഉത്തരവാദിത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു തൂണാണ്. ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു 10-12 ടൺ ഭാരമുള്ള സാധനമാണ്. ഇത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മെട്രോയുടെ മേലിലേക്ക് വീഴാം. അങ്ങോട്ട് വീട് കഴിഞ്ഞാൽ അവിടെ എല്ലാം വീടുകളും കടകളുമാണ്, അവിടെ വീഴാം. അല്ലെങ്കിൽ ബസ്സുകൾ എപ്പോഴും ഇങ്ങനെ വന്നു നിൽക്കുന്ന സ്ഥലമാണ്, ഓട്ടോറിക്ഷകൾ, യാത്രക്കാരൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നൂറുകണക്കിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ഒരു പില്ലർ എന്ന് പറയുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും അപകടം പറ്റിയതിന് ശേഷം അയ്യോ ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അല്ലായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് ആം ആദ്മി പാർട്ടിയുടെ പേരിൽ. റിഗ് ഇളക്കാനാകില്ലെന്നതിനാൽ ഇത് നിൽക്കുന്ന പ്രദേശത്തെ റോഡ് നിർമ്മാണവും താളം തെറ്റി. റിഗ് മാറ്റാൻ നാട്ടുകാർ പല രൂപത്തിൽ ശ്രമിച്ചതാണ്. പക്ഷേ DMRCയും ഇറയും തമ്മിലുള്ള തർക്കം കോടതി കയറിയതോടെ റിഗ് ഇളക്കാനാകാതെയായി. പിന്നീട് ഇത് പരിഹരിക്കപ്പെട്ടെങ്കിലും റിഗിനെ ഇളക്കാൻ മാത്രം ആരും എത്തിയില്ല. ഡിവിഷൻ കൗൺസിലർ സുനിതയുടെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോയിൽ പല തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. എൻലൈറ്റ് മീഡിയ, കൊച്ചി.